മറ്റു വാർത്തയിലേക്ക് പോകണം. ദുരന്ത ഭൂമിയായി വയനാട്. വയനാട് കള്ളാടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാത്രി വൈകിയും ഇപ്പോൾ രാവിലെയും തെരച്ചിൽ നടക്കുന്നു. ഇനി 5 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് വിവരം. കെടാവർ നായ്ക്കളും തെരച്ചിലിനെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ പാലത്തിന് മുകളിലെ മണ്ണു നീക്കി പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ എത്തും. മന്ത്രിമാർ വയനാട്ടിൽ തുടരുന്നുണ്ട്. CV അനുമോദും ജയരാജും വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അവിടെ മഴ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ തിരിച്ചറിയേണ്ടതും കണ്ടെത്തേണ്ടതുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ? രഞ്ജിത്ത്, കനത്ത മഴയും മഞ്ഞുമൊക്കെ ഈ ഒരു തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മൂടിയിരുന്ന പാലത്തിലെ ആ മണ്ണ് മുഴുവൻ നീക്കി അവിടെ ഗതാഗതത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തന വാഹനങ്ങളും മറ്റും മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. സാധാരണക്കാർക്ക് ഇതുവഴി പ്രവേശനം ഇല്ല. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾക്കെല്ലാം തന്നെ എന്നുള്ളതാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം ഈ ഒരു മഴയത്തും കാര്യമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുൻപ് മന്ത്രി AP അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അല്പസമയം മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളത്. 3 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സയിലുള്ള 3 പേരുടെ അവസ്ഥയും അല്പം ഗുരുതരമാണ് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ഇതിനോടൊപ്പം ജയരാജ് ചേരുന്നുണ്ട്. ജയരാജ്, ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് അല്പം കൂടി വേഗത കൈവന്നിട്ടുണ്ടോ, അതോ മഴ തടസ്സമാവുകയാണോ? അല്ല, വേഗത കൈവരല്ല ചെയ്തത്. നമുക്കറിയാം ഇവിടുത്തെ ഒരു മഴേന്റെ ഒരു അവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്ര കനത്ത മഴയാണ് പെയ്യുന്നത്. കാരണം എവിടെയാണ് ഇടിഞ്ഞു വീഴുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടോടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇനി ഏകദേശം 5 പേരാണ് മിസ്സിംഗ് ഉള്ളത്. ഒരുപക്ഷെ അവരതിന്റെ അടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. അപ്പോൾ അവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ ഇതിനെ സജ്ജമാക്കിയിട്ടുള്ള ഡോഗ്സ്, കെടാ ഡോഗ്സ് എല്ലാം ഇതിന്റെ കൂടെ ഉണ്ട്. എന്തായാലും ഈ മഴയാണെങ്കിലും ആളുകളവിടെ ഈ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. മഴയത്ത് നടക്കാൻ കഴിയില്ലല്ലോ, കാലൊക്കെ പൂന്തി പോകുന്ന അവസ്ഥയിൽ. തീർച്ചയായും, കാരണം ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ ഒരു പക്ഷേ ഇതിൽ കാണുന്നതിലും ഒരു വലിയൊരു അവസ്ഥയാണ്, ഭീകരമാണ്. അതുമല്ല, ഇവിടെ അങ്ങനെ നിൽക്കുന്നത് അത്ര വലിയ സുരക്ഷിതമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുന്ന് മാറാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയില്ല. അഖിൽ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ക്യാമറ ചലിപ്പിച്ചാൽ അവിടെ മലയുടെ ഒരു ഭാഗം അല്പം ഇടിഞ്ഞത് കാണാം. സത്യത്തിൽ ഈ മല ഇടിഞ്ഞതാണോ അതോ ഇവിടെ കൂട്ടിയിട്ട മണ്ണ് അത് സമ്മർദ്ദമുണ്ടാക്കിയതാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? അതിപ്പോൾ 2 രീതിയിലാണ് പറയുന്നത്. അത് ശരിക്കും ഒരു പരിശോധനയിലൂടെ മാത്രമേ അതിന്റെ ഒരു യാഥാർത്ഥ്യം വ്യക്തമാവുകയുള്ളൂ. കാരണം മണ്ണ് മാറ്റിയിട്ട് നമുക്ക് അപ്പുറത്ത് കാണാം, ഒരുപാട് മണ്ണ് അവിടെ കൂടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇടിഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മൾ മണ്ണ് കാണുന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ആ ഒരു ഭീകരമായ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ഒരു CCTV ദൃശ്യം, അതിൽ നമ്മൾ വെള്ളം കുത്തിയൊലിച്ച് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണിൽ ആ ഒരു വെള്ളം നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഇതൊരു മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിന്റെ ഒരു ഇടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാമല്ലോ, ആ മലയാണ്, ആ കാണുന്ന മലയാണ് ഇടിഞ്ഞ് കിടക്കുന്നത്. അവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ട് മണ്ണ് വന്നത്. പക്ഷെ അതിനപ്പുറത്ത് ആ ടാർപ്പായൊക്കെ മൂടിയതൊക്കെ മണ്ണ് തന്നെയാണ്. അപ്പൊ അതൊന്നും ഇടിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ പല വിവാദങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയം ആ മണ്ണിടിഞ്ഞ് നമുക്ക് കാണാം. അവിടെ ഒരു പക്ഷേ ഇനിയും അടർന്നു വീഴാനുള്ള ഒരു സാധ്യത പോലും ഇപ്പൊ കാണുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് കാണാം. രഞ്ജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 5 പേർക്കായിട്ടുള്ള തെരച്ചിലാണ്. ഈ വലിയ കുത്തൊഴുക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഒരുപാട് ദൂരെ തെറിച്ചു പോകാനുള്ള സാധ്യത, മണ്ണിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പരിശോധനകൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉച്ചയോടെയായിരിക്കും ഇവിടേക്ക് എത്തുക. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഒരുപക്ഷെ ഹെലികോപ്റ്റർ വയനാട് വരെ എത്താനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ അദ്ദേഹം അരീക്കോടോ മറ്റോ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം വരാനുള്ള സാധ്യതയാണ്
കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സമയം പിന്നെയും അല്പം കൂടി വൈകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തമാർന്ന നടപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. തെരച്ചിൽ ഈ ഒരു കടുത്ത പ്രതിസന്ധി നിറഞ്ഞ കാലാവസ്ഥയിലും സാഹചര്യത്തിലും പുരോഗമിക്കുകയാണ്. ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ മഴയിൽ ഈ മണ്ണ് കുതിരുന്നത് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കൂട്ടിയിട്ട മണ്ണൊക്കെ മഴയത്ത് അങ്ങനെ കുത്തിയൊലിച്ച് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ തുടർന്നാൽ മറ്റു സംവിധാനങ്ങൾ തെരച്ചിലിന് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്നും പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു പ്രദേശത്ത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. രഞ്ജിത്ത്. ശരി അനുമോദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.